26. നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 2 പേർക്ക് കോവിഡ്. 2 പേരും വിദേശത്ത് നിന്നെത്തിയവർ. അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് വന്ന ഓരോരുത്തർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിലേക്ക് ആദ്യ ദിവസം വന്ന വിമാനങ്ങളിലാണ് ഇവർ എത്തിയത്. 17 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളതെന്ന് മുഖ്യമന്ത്രി. 2 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് വന്നിട്ടുള്ളത്. ഒരാൾ കോഴിക്കോട്ടും അടുത്തയാൾ കൊച്ചിയിലും ചികിത്സയിലാണ്. 7-ാം തീയതി ദുബായിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ വിമാനത്തിലും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനത്തിലും ഉണ്ടായിരുന്ന ഓരോരുത്തർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് കോവിഡ് ഭേദമായത് ഒരാൾക്ക്. ഇടുക്കിയിൽ ചികിത്സയിലായിരുന്ന ആളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. 23,930 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി. രോഗം സ്ഥിരീകരിച്ച് ഇടുക്കിയിൽ ചികിത്സയിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. ഇതുവരെ 505 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 17 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 23,930 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 23,596 പേർ വീടുകളിലാണ്. 334 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 123 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ ജാഗ്രതയോടെ നിരീക്ഷണത്തിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി. ഇടപെടലും പ്രതിരോധവും കൂടുതൽ ശക്തിപ്പെടുത്തണം. എല്ലാവരെയും നാട്ടിലെത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി. പാസ് വിതരണം നിർത്തിവെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അതിർത്തിയിലെ ക്രമീകരണങ്ങൾ ലളിതമാക്കുകയാണ് ചെയ്തത്. ക്രമീകരണങ്ങളുമായി എല്ലാവരും സഹകരിക്കണം. ആളുകളുടെ പ്രയാസം മുതലെടുത്ത് വ്യാജ പ്രചാരണങ്ങൾ പാടില്ലെന്നും പിണറായി. വിദേശത്ത് നിന്ന് വരുന്നവരുടെ മുൻഗണന തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് മുഖ്യമന്ത്രി. യാത്രാ സൗകര്യം ഒരുക്കുന്നതും ചെലവ് ഈടാക്കുന്നതും കേന്ദ്രമാണ്. നാട്ടിലെത്തിയാൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംസ്ഥാനമാണ്. എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശത്ത് നിന്ന് വരുന്നവരുടെ മുൻഗണനാക്രമം തയ്യാറാക്കുന്നതും എത്ര പേരെയാണ് നാട്ടിൽ കൊണ്ടുവരേണ്ടത്, ഏത് വിമാനത്താവളത്തിലാണ് അവരെ എത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും യാത്രാ സൗകര്യം ഏർപ്പെടുന്നതും അതിൻ്റെ ചെലവ് ഈടാക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. കേരളത്തിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്കായുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്നതും ക്വാറന്റൈൻ സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഇവരാണ്. ഔദ്യോഗിക സംവിധാനത്തിലൂടെ ലഭിക്കുന്ന പാസുമായി വരുന്നവർക്ക് മാത്രമേ അതിർത്തി കടക്കാൻ അനുമതി ലഭിക്കൂ എന്ന് മുഖ്യമന്ത്രി. പാസില്ലാതെ എത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. പാസില്ലാതെ വന്നവരുടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. രോഗവ്യാപനം തടയാൻ സമൂഹം ആകെ ചെയ്യുന്ന ത്യാഗം നിഷ്ഫലമാകരുതെന്നും മുഖ്യമന്ത്രി. നാട്ടിലേക്ക് വരുന്നവരുമായി ആദ്യ ട്രെയിൻ ഡൽഹിയിൽ നിന്നാകും പുറപ്പെടുകയെന്ന് മുഖ്യമന്ത്രി. മുംബൈ, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും ട്രെയിനുകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന നൽകുകയെന്നും മുഖ്യമന്ത്രി. നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. അനുമതിയുള്ളത് അവശ്യ സാധനങ്ങൾ, പാൽ, ആശുപത്രി, മാലിന്യ നിർമ്മാർജ്ജനം, മരുന്നുകടകൾ എന്നിവയ്ക്ക്. ഹോട്ടലുകളിൽ ഹോം ഡെലിവറി അനുവദിക്കും. സഞ്ചാര സ്വാതന്ത്ര്യ അനുവദനീയ കാര്യങ്ങൾക്ക് മാത്രം. മറ്റ് അടിയന്തര കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ ജില്ലാ കളക്ടറുടെയോ പോലീസിന്റെയോ പാസ് നിർബന്ധം. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ ആദ്യ യാത്ര ഹൃദയവുമായി. മസ്തിഷ്ക മരണം സംഭവിച്ച രോഗിയുടെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിച്ചു. വൈകിട്ട് 3:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഹെലികോപ്റ്റർ 3:55 കൊച്ചിയിലെത്തി.
ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന് സമീപത്തെ ഹെലിപ്പാഡിൽ നിന്ന് ആംബുലൻസിലാണ് ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. കോതമംഗലം സ്വദേശിനി ലീനയ്ക്കാണ് തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിനി ലാലി ഗോപകുമാറിന്റെ ഹൃദയം വെച്ചുപിടിപ്പിക്കുക. ശസ്ത്രക്രിയാ നടപടികൾ പുരോഗമിക്കുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി പറഞ്ഞ് ഹൃദയം സ്വീകരിക്കുന്ന ലീനയുടെ കുടുംബം. മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയതെന്ന് ലീനയുടെ ഭർത്താവ് ഷിബു. ആകസ്മികമായാണ് ഹൃദയം മാറ്റിവെക്കാൻ സൗകര്യം ഒരുങ്ങിയതെന്നും ഷിബു. സൗദിയിൽ നിന്ന് അവധിയിൽ വന്ന ആരോഗ്യ പ്രവർത്തകരോട് മടങ്ങിയെത്താൻ ആവശ്യം. സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരോടാണ് മടങ്ങിച്ചെല്ലാൻ ആവശ്യപ്പെട്ടത്. ആരോഗ്യ പ്രവർത്തകർക്ക് സൗദി ആരോഗ്യ മന്ത്രാലയം ഇമെയിൽ അയച്ചു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് 1000-ലധികം പേരെ തിരിച്ചു കൊണ്ടുപോകാനാണ് നീക്കം. മദ്യഷോപ്പുകൾ അടയ്ക്കണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ. സംസ്ഥാന ഏജൻസിയായ ടാസ്ക് മാർക്ക് വഴിയുള്ള മദ്യവിതരണം മദ്രാസ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. കോടതി നിലപാട് സർക്കാരിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമെന്ന് സർക്കാർ. തനിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങൾ തള്ളിയ അമിത്ഷാ ആരോഗ്യവാനാണ്, ജോലിയിൽ സജീവവും. അമിത്ഷായ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ വിശദീകരണം. റെഡ് സോണിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ ചുവപ്പ് സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം. മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിൽ പച്ച സ്റ്റിക്കറും പതിക്കും. ക്വാറന്റൈനിൽ പോകാതെ പലരും വീടുകളിൽ പോകുന്ന സാഹചര്യത്തിലാണ് നടപടി. അനുമതിയില്ലാതെ എത്തിയവർ അതിർത്തികളിൽ ഇപ്പോഴും തുടരുകയാണ്. ചെക്ക് പോസ്റ്റിൽ വന്ന് സമ്മർദ്ദം ചെലുത്തി കടക്കാമെന്ന് കരുതരുതെന്ന് മന്ത്രി എ കെ ബാലൻ. ചെക്ക് പോസ്റ്റിലെത്തി ബഹളം വെച്ചാൽ കേരളത്തിലേക്ക് കടത്തിവിടില്ലെന്നും മന്ത്രി. പാസില്ലാതെ വരുന്നവരെ റെഡ് സോണിൽ നിന്ന് എത്തുന്നവരായി കണക്കാക്കി 14 ദിവസത്തെ ക്വാറന്റൈന് അയക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കാസർഗോഡ്, പാലക്കാട്, വയനാട്, തിരുവനന്തപുരം അതിർത്തികളിലെല്ലാം നിരവധി പേർ പാസില്ലാതെ എത്തി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്താനാകാതെ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി മലയാളികൾ. പ്രത്യേക ട്രെയിൻ സർവീസ് എന്ന ആവശ്യം നടപ്പാകാത്തത് ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഗർഭിണികളും അസുഖബാധിതരും ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ സർക്കാർ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ. മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രത്യേക ട്രെയിൻ ഉടൻ സർവീസ് നടത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ന്യൂസ് 18നോട്. എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഇ പി ജയരാജൻ. ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. പ്രതികരണം ന്യൂസ് 18ന്റെ പ്രത്യേക പരിപാടി. അതിർത്തികളിൽ സർക്കാർ ആവശ്യമായ ക്രമീകരണം ഒരുക്കാത്തതാണ് പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൃത്യമായി പാസ് നൽകാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ വലിയ പ്രയാസം നേരിടുന്നു. KSRTC ബസ് അയച്ച് ആളുകളെ എന്തുകൊണ്ട് എത്തിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. നാട്ടിലേക്ക് വരുന്ന പ്രവാസികളുടെ മുൻഗണനാ പട്ടികയിൽ അനർഹർ കടന്നുകൂടുന്നതായി ഡോക്ടർ MK മുനീർ. അർഹതപ്പെട്ട പലർക്കും നാട്ടിലേക്ക് വരാനാകുന്നില്ല. കോവിഡ് വാഹകരെന്ന് പറഞ്ഞ് EMS അക്കാദമി പ്രതിനിധി പ്രവാസികളെ അപമാനിച്ചു. ഇത് പാർട്ടി നിലപാടാണോ എന്ന് CPM പറയണമെന്നും മുനീർ. സംസ്ഥാനത്തിന് പുറത്തുള്ള മലയാളികളെ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവരുമെന്ന് കെ മുരളീധരൻ. മലയാളികളെ മാറ്റി നിർത്തിയിട്ടാവരുത് സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കുറയ്ക്കേണ്ടത്. ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടി കൊടുത്തത് ശരിയല്ലെന്നും കെ മുരളീധരൻ. ദേവസ്വം ബോർഡുകളെ സമ്മർദ്ദത്തിലാക്കി സർക്കാർ പണം പിടിച്ചു വാങ്ങുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിത്യച്ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ദേവസ്വം ബോർഡുകളെന്നും ചെന്നിത്തല. ക്ഷേത്രങ്ങളിലെ ഫണ്ട് സർക്കാർ എടുത്തുകൊണ്ടുപോകുന്ന സമീപനം ഇവിടെ ഇല്ലെന്ന് മുഖ്യമന്ത്രി. ചിലർ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബജറ്റ് പരിശോധിച്ചാൽ സർക്കാർ കൊണ്ടുപോവുകയാണോ കൊടുക്കുകയാണോ എന്ന് വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. ലോക്ഡൌണിൽ ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ നിരവധി പേർ ഇന്നും കുമളി അതിർത്തിയിലെത്തി. പുതുതായി രജിസ്ട്രേഷൻ അനുവദിച്ചിട്ടില്ല. മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നവരാണ് ഇതുവഴി എത്തുന്നത്. ഇന്ന് രാവിലെ ചെക്ക് പോസ്റ്റിലെത്തിയ പലരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വലയുകയാണ്. കുമളി ചെക്ക് പോസ്റ്റ് വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നലെ കേരളത്തിലെത്തിയത് 308 പേരാണ്. റെഡ് സോണിൽ തമിഴ്നാട്ടിലെ റെഡ് സോണിൽ നിന്നും കോട്ടയത്തെത്തിയ വിദ്യാർത്ഥികളെ തിരഞ്ഞു പോലീസ്. തിരുവള്ളൂരിൽ നിന്നും മടങ്ങിയെത്തിയ 34 വിദ്യാർത്ഥികളിൽ 4 പേർ മാത്രമാണ് ക്വാറന്റൈനിൽ പോയത്. ശേഷിക്കുന്നവരെ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം പോലീസിന്റെ സഹായം തേടി.
പട്ടിണി മരണം ഒഴിവാക്കാൻ അടിയന്തര സാമ്പത്തിക ആശ്വാസ പാക്കേജും സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ അടിയന്തര ഉത്തേജക പാക്കേജും കേന്ദ്രം പ്രഖ്യാപിക്കണമെന്ന് കെ ആന്റണി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ രാജ്യം ഇപ്പോൾ നേരിടുന്നതിലും വലിയ ദുരന്തത്തിലേക്കാകും ചെന്നെത്തുക എന്നും ആന്റണി. അടിയന്തര പാക്കേജുകൾ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് കെ ആന്റണി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ ആന്റണി പ്രധാനമന്ത്രിക്ക് അയക്കുന്ന മൂന്നാമത്തെ കത്താണ് ഇത്. കോവിഡ് ബാധിതരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി കേന്ദ്ര സർക്കാർ. ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമുള്ളവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് കോവിഡ് പരിശോധന നടത്തേണ്ടതില്ല. 3 ദിവസമായി പനിയില്ലാത്തവരെ കൂടുതൽ പരിശോധന നടത്താതെ ഡിസ്ചാർജ് ചെയ്യാം. നിലവിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരെ പരിശോധനയിൽ നെഗറ്റീവായതിനു ശേഷം മാത്രമായിരുന്നു ഡിസ്ചാർജ് ചെയ്തിരുന്നത്. കടുത്ത രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് മാത്രം ആവർത്തിച്ച് പരിശോധന നടത്തിയാൽ മതി എന്നും നിർദ്ദേശം. ആശുപത്രി വിടുന്നവർ 7 ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ തുടരണം. പ്രവാസികളുമായി 3 വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിൽ. കുവൈറ്റ്, മസ്കറ്റ്, ദോഹ എന്നിവിടങ്ങളിൽ നിന്നായി 500-ലേറെ പ്രവാസികളെത്തും. രാത്രി 8:30യോടെയാണ് ആദ്യ വിമാനം മസ്കറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തുക. അരമണിക്കൂറിന് ശേഷം കുവൈറ്റിൽ നിന്നുള്ള വിമാനവും എത്തും. പുലർച്ചെ 1:40-നാണ് അടുത്ത വിമാനം. വന്ദേ ഭാരതം പദ്ധതി തുടങ്ങിയ ആദ്യ ദിവസം റദ്ദാക്കിയ വിമാനം ദോഹയിൽ നിന്നുമാണ് വരുന്നത്. 177 വീതം യാത്രക്കാരാണ് ഓരോ വിമാനത്തിലും ഉണ്ടാവുക. അന്യസംസ്ഥാനക്കാരായ ചിലരും വിമാനത്തിലുണ്ട്. പ്രാഥമിക വൈദ്യ പരിശോധനകൾ മാത്രമായിരിക്കും യാത്രയ്ക്ക് മുൻപായി നടത്തുക. കൊച്ചിയിൽ വിമാനമിറങ്ങിയ ശേഷവും പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ പേരെത്തിയാലും ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണെന്ന് മന്ത്രി VS സുനിൽകുമാർ. പ്രവാസികളുമായുള്ള ആദ്യ വിമാനം നാളെ എത്തുന്ന തിരുവനന്തപുരത്ത് നിരീക്ഷണ കേന്ദ്രങ്ങൾ സജ്ജമായി. 11,000-ലധികം പേർക്ക് സർക്കാർ ക്വാറന്റൈനിൽ കഴിയാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. സ്വന്തം ചിലവിൽ ഹോട്ടലുകളിൽ നിരീക്ഷണത്തിൽ കഴിയാനും അനുമതി നൽകും. മാലിദ്വീപിൽ നിന്ന് പ്രവാസികളുമായി ഇന്നലെ യാത്ര തിരിച്ച കപ്പൽ INS ജലാശ്വ നാളെ കൊച്ചിയിലെത്തും. 698 യാത്രക്കാരാണ് കപ്പലിലുള്ളത്. മടങ്ങി വരുന്നവരുടെ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മന്ത്രി VS സുനിൽകുമാർ നേരിട്ടെത്തി സജ്ജീകരണങ്ങൾ വിലയിരുത്തി. മാലദ്വീപിൽ നിന്നും പ്രവാസികളുമായി മടങ്ങുന്ന ആദ്യ കപ്പലാണ് INS ജലാശ്വ. ആദ്യ സംഘത്തിൽ 19 ഗർഭിണികളും 14 കുട്ടികളും. ടിക്കറ്റ് നിരക്ക് 3028 രൂപ. മടങ്ങിയെത്താൻ അനുമതി ലഭിച്ച പ്രവാസികളെ വെലാന പോർട്ടിലെത്തിച്ച് ഇമിഗ്രേഷൻ നടപടികളും മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് കപ്പലിൽ പ്രവേശിപ്പിച്ചത്. ശരീരം തളർന്ന് ആരുടെയും സഹായമില്ലാതെ അബുദാബിയിൽ ഒറ്റപ്പെട്ട് കുട്ടനാട്ടുകാരൻ. എടത്വ സ്വദേശി മനോജാണ് വീട്ടിലേക്ക് വരാനാകാതെ അബുദാബി മഫ്ഖാഗ് ആശുപത്രിയിൽ കഴിയുന്നത്. സഹായത്തിനൊപ്പമുണ്ടായിരുന്ന ബന്ധുവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ മനോജിന്റെ ദുരിതം 10 മടങ്ങായി. അബുദാബി യൂണിയൻ പെപ്പ് ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ വെൽഡറായിരുന്നു എടത്ത കറുകശ്ശേരി വീട്ടിൽ മനോജ് മോഹൻ. വയനാട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ലോറിയുമായി പോയ ഡ്രൈവർമാർക്ക് കൊറോണ പരിശോധന നടത്തുമെന്നും ജില്ലാ ഭരണകൂടം. ജില്ലയിൽ 22 ട്രക്ക് ഡ്രൈവർമാർ തമിഴ്നാട്ടിലേക്ക് പോയതായി ആരോഗ്യ വിഭാഗം കണ്ടെത്തി. ചെന്നൈ കോയമ്പേട് മാർക്കറ്റിൽ നിന്നുമെത്തിയ ട്രക്ക് ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇയാളുടെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകന്റെ മകനും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്ന് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീന്റെ കട പോലീസ് അടപ്പിച്ചു. ഉത്തരവ് ലംഘിച്ച് മിഠായി തെരുവിലെ തുണിക്കട തുറന്നതിനാണ് നടപടി. 5 പേർക്കെതിരെ കേസെടുത്തെന്ന് കസബ CI ഉമേഷ്. മിഠായി തെരുവിലും വലിയങ്ങാടിയിലും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം തുറക്കാനാണ് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. ഓറഞ്ച് സോൺ ആയിട്ടും ഇളവ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കട തുറന്നതെന്നാണ് നസറുദ്ദീന്റെ വിശദീകരണം. ഓറഞ്ച് മേഖല ആയതിന് പിന്നാലെ കടകൾ വൃത്തിയാക്കാൻ തുറന്നപ്പോഴും പോലീസ് അടപ്പിച്ചിരുന്നു. ആളുകൾ കൂട്ടമായി എത്തുന്ന മിഠായി തെരുവിൽ കടകൾ തുറക്കാൻ തൽക്കാലം അനുവദിക്കില്ലെന്നാണ് ജില്ലാ കളക്ടറുടെ നിലപാട്. അനുമതിയില്ലാതെ കടകൾ തുറന്നാൽ കർശന നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. സിമന്റ് കമ്പനികൾ വില വർദ്ധിപ്പിച്ചതിന് വ്യാപാരികളെ ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നതായി പരാതി. ബിൽ തുക കുറച്ചു നൽകിയില്ലെന്ന കാരണം പറഞ്ഞ് കോഴിക്കോട്ട് 2 സിമന്റ് വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിച്ചുവെന്നും ആരോപണം. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ലോക്ഡൌണിന് മുൻപുണ്ടായിരുന്ന വിലയേക്കാൾ 50 രൂപ വരെയാണ് കമ്പനികൾ കൂട്ടിയത്. നേരത്തെ സ്റ്റോക്ക് ചെയ്ത സിമന്റിനുൾപ്പെടെ വില വർധന ബാധകം.
സർക്കാരിന് നിയന്ത്രണമുള്ള മലബാർ സിമന്റ്സ് അടക്കം വില കൂട്ടിയിട്ടുണ്ട്. വില വർധന ഒഴിവാക്കാൻ സർക്കാർ ഇടപെടേണ്ടതിന് പകരം ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നത് വ്യാപാരികളെയാണെന്നും ആക്ഷേപം. ലോക്ഡൌണിനെ തുടർന്ന് സിമന്റ് വ്യാപാര മേഖല പ്രതിസന്ധിയിൽ. ഇതിന് പുറമെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പീഡനമെന്നും ആരോപണം. പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സിമന്റ് വ്യാപാരികൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കായി KSRTC സർവീസ് പുനരാരംഭിക്കുന്നു. തിങ്കൾ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സർവീസ് തുടങ്ങും. തിരുവനന്തപുരം ജില്ലയിലെ 11 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് KSRTC സർവീസ്. പാറശാല, വിഴിഞ്ഞം, നെയ്യാറ്റിൻകര, കാട്ടാക്കട, ആര്യനാട്, നെടുമങ്ങാട്, വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്നും സ്പെഷ്യൽ ഫെയർ സർവീസ് ഉണ്ടാകും. സാമൂഹ്യ അകലം പാലിച്ചു മാത്രമാകും ബസ്സിൽ യാത്രക്കാരെ ഇരിക്കാൻ അനുവദിക്കുക. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. നേരത്തെ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് വേണ്ടിയും പ്രത്യേക സർവീസ് നടത്തിയിരുന്നു. രാജ്യത്ത് കോവിഡ് രോഗികൾ 60,000-ലേക്ക് 1981 പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 20,000-ലേക്ക് 731 പേർ മരിച്ചു. രാജ്യത്ത് കോവിഡ് ബാധയുടെ നിരക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ കൂടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 3,320 പേർക്ക്. തമിഴ്നാട്ടിൽ 8 ദിവസത്തിനിടെ രോഗബാധിതരുടെ എണ്ണത്തിൽ 156% വർധനവ്. 8 ദിവസം കൊണ്ട് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് 1,00,000-ഓളം. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മാത്രം 10,000 കോവിഡ് ബാധിതർ. ബുധനാഴ്ച 49,391 കോവിഡ് ബാധിതരെങ്കിൽ ഇന്ന് 59,662. ഏപ്രിൽ 9-ന് രാജ്യത്ത് 6,602 കോവിഡ് ബാധിതർ മാത്രം. 30 ദിവസം കൊണ്ട് 53,000-ഓളം പുതിയ കോവിഡ് ബാധിതരുണ്ടായി. അതിവേഗം കോവിഡ് പടരുന്ന അഹമ്മദാബാദിലെ സ്ഥിതി വിലയിരുത്താൻ ഡൽഹി എയിംസ് ഡയറക്ടർ രൺദീപ് സിംഗ് ഗുലേറിയ നേരിട്ടെത്തി. ഗുജറാത്തിലെ 7,403 കോവിഡ് ബാധിതരിൽ 5,260 അഹമ്മദാബാദ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ മരിച്ചത് 95 പേർ. 8 ദിവസത്തിനിടെ മരണം 834. 1147 നിന്ന് 1981 മരണസംഖ്യ ഉയർന്നത്. കേരളത്തിൽ കഴിഞ്ഞ 8 ദിവസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ച അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരോ അവിടെ നിന്നുള്ള സമ്പർക്കം മൂലം രോഗബാധിതർ ആയവരാണെന്നും കണക്കുകൾ. ഡൽഹിയിലെ കോവിഡ് മരണനിരക്കിൽ പൊരുത്തക്കേടുണ്ട്. ഡൽഹിയിലെ 4 ആശുപത്രികളിൽ 116 രോഗികൾ മരിച്ചു. എന്നാൽ സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചത് 68 മരണം മാത്രം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടുന്നവരുടെ നിരക്കിൽ വർധനവ്. 29.36% പേർ ഇതുവരെ രോഗമുക്തരായി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. നിലവിൽ രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് 37,916 പേർ. ഗുജറാത്തിലെ കോവിഡ് കേസുകളിൽ ഒരാഴ്ചക്കിടെ 47% വർധനവ്. മരണനിരക്കിൽ 71%. മെയ് 2 മുതൽ 7 വരെയുള്ള കാലയളവിൽ ഇതുവരെ സംസ്ഥാനത്ത് 7,403 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 449 പേർ മരിച്ചു. തമിഴ്നാട്ടിലും ഡൽഹിയിലും 6,000 കടന്ന് കോവിഡ് രോഗബാധിതർ. ഡൽഹിയിൽ 6,318 പേർക്കും തമിഴ്നാട്ടിൽ 6,009 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിലെ കോവിഡ് ഹോട്ട്സ്പോട്ട് ആയി ചെന്നൈ കോയമ്പേട് മാർക്കറ്റ്. സംസ്ഥാനത്തെ 6,009 കേസുകളിൽ 1,589 കോയമ്പേട് മാർക്കറ്റുമായി സമ്പർക്കം പുലർത്തിയവർ. രോഗവ്യാപനത്തെ തുടർന്ന് മാർക്കറ്റ് 4 ദിവസം മുൻപ് അടച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ 62% രോഗബാധിതരും മുംബൈയിൽ. നഗരത്തിൽ ഇതുവരെ 11,967 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. 462 പേർ മരിച്ചു. മുംബൈ നഗരത്തോട് ചേർന്നു കിടക്കുന്ന ചേരി പ്രദേശമായ ധാരാവിയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. 25 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതർ 808 ഇതുവരെ 26 പേർ മരിച്ചു. സംസ്ഥാനത്തെ 17 ജില്ലകളെ ഓറഞ്ച് ഗ്രീൻ സോണുകളിലേക്ക് മാറ്റണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് തെലങ്കാന സർക്കാർ. 14 ജില്ലകളെ ഓറഞ്ച് സോണിൽ നിന്നും ഗ്രീൻ സോണിലേക്കും 3 ജില്ലകളെ റെഡ് സോണിൽ നിന്നും ഓറഞ്ച് സോണിലേക്കും മാറ്റണം എന്നാണ് ആവശ്യം. 17 ജില്ലകളിലും പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ് തെലങ്കാന ആവശ്യമുന്നയിച്ചത്. സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് 1,132 പേർക്ക്. 727 പേർ രോഗമുക്തരായി.
തെലങ്കാനയിൽ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ 1000 രൂപ പിഴ. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ മെയ് 29 വരെ സർക്കാർ നീട്ടിയിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ ബംഗാളി തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നതിൽ പശ്ചിമബംഗാൾ സർക്കാർ പരാജയമാണെന്ന് കാട്ടി കേന്ദ്രമന്ത്രി അമിത് ഷാ കത്തെഴുതി. തൊഴിലാളികളെ സംസ്ഥാനത്ത് തിരിച്ചെത്തിക്കാൻ ട്രെയിൻ സർവീസ് തന്നെ നടത്താൻ തയ്യാറായിട്ടും ഇവരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മമതാ സർക്കാർ മൗനം പാലിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി. ക്വാറന്റൈൻ കാലാവധി 14 ദിവസത്തിൽ നിന്ന് 28 ദിവസമാക്കി ഉയർത്തി ഒഡീഷ സർക്കാർ. ആദ്യത്തെ 21 ദിവസം സർക്കാർ ക്വാറന്റൈൻ സെന്ററിലും ബാക്കി 7 ദിവസം ഹോം ക്വാറന്റൈനിൽ ആയിരിക്കണം എന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കാണ് ഈ നിർദ്ദേശം. 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി പഞ്ചാബ് സർക്കാർ. കോവിഡ്-19 തുടർന്ന് പരീക്ഷകൾ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. മുൻപ് നടത്തിയ പരീക്ഷകളിലെ പ്രകടനം വിലയിരുത്തിയായിരിക്കും വിദ്യാർത്ഥികളുടെ വിജയം നിശ്ചയിക്കുക എന്ന് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രധോണിയിൽ പോലീസുകാരും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകളെ വധിച്ചു. അസമിൽ മദ്യത്തിന് 25% അധിക നികുതി ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അധിക നികുതി വഴി സംസ്ഥാനത്തിന് 1000 കോടി അധിക വരുമാനം ലഭിക്കുമെന്നും വിലയിരുത്തൽ. കോവിഡ് പശ്ചാത്തലത്തിലാണ് നടപടി. ഇതിന് മുൻപ് ഡൽഹി, ആന്ധ്ര സർക്കാരുകളും അധിക നികുതി ഏർപ്പെടുത്തിയിരുന്നു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.